ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ആയുർവേദ സോപ്പ് ഉണ്ടാക്കിയാലോ. അതിനകത്ത് ഞാനൊരു പിയേഴ്സിൻ്റെ സോപ്പ്, കുറച്ച് കറ്റാർവാഴ, വേപ്പില, വൈറ്റമിൻ ഓയിൽ, മഞ്ഞൾ, ഗ്ലിസറിൻ, നമ്മുടെ റോസ് വാട്ടർ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു പിയേഴ്സിൻ്റെ സോപ്പാണ്. അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക. നന്നായിട്ട് ചെറിയ പീസാക്കിയാൽ നമുക്ക് മെൽറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ സോപ്പ് ബേസ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തുളസിയില, കറ്റാർവാഴ ജെല്ല്, മഞ്ഞൾ വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി നമ്മൾ മാറ്റി വെക്കുക. ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പിയേഴ്സിൻ്റെ സോപ്പ് അത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പാത്രം എടുത്ത് വെക്കുക. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അത് ഇരുന്നൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരട്ടെ. അപ്പോൾ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ സോപ്പ് ബേസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തത്. അപ്പോൾ നമുക്ക് ഈ സ്കിന്നിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ ഈ ഒരു സോപ്പ് മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അരച്ച് വൃത്തിയാക്കിയതാ, നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വേണ്ടത് ഒരു വൃത്തിയുള്ള വെള്ള തുണിക്കകത്തിട്ട് ഇതിൻ്റെ ചാറെടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ഈ ചാറ് മൊത്തം നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചാറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സോപ്പെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് പരുവം. ഒട്ടും കട്ട ഉണ്ടാവരുത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ആയുർവേദ മിക്സ് ഇതിനകത്തോട്ട് ഒഴിക്കുക. ആ ചൂടോട് കൂടി തന്നെ ഒഴിക്കണം കേട്ടോ. ഞാനതെല്ലാം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നന്നായിട്ട് കൈതൊടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചേർക്കേണ്ട ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ കുറച്ച് കൂടുതൽ ഒഴിച്ചോണം കേട്ടോ. ഗ്ലിസറിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഗ്ലിസറിനൊക്കെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. അത് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളേ. നിങ്ങളുടെ ആവശ്യാനുസരണം 2 or 3 എണ്ണം ചേർക്കാം. അപ്പോൾ അതും നമ്മുടെ സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് നൽകുന്നതായിരിക്കും. പിന്നെ നമ്മൾ അതും വീണ്ടും ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട പിടിക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് കുറച്ച് റോസ് വാട്ടറാണ്. അതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ സെപ്പറേറ്റ് മണമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ റോസ് വാട്ടറിൻ്റെ മണം തന്നെയാണ്. കാരണം ഇത് കുട്ടികൾക്കുള്ള സോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പെർഫ്യൂം ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുള്ള പാടുകൾ, ഈ കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകൾ ഇതെല്ലാം മാറുന്നതായിട്ട് കാണാവേ. എന്നിട്ട് ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സോപ്പ് മോൾഡ് ഉണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രങ്ങളെടുത്ത് അതിനകത്തോട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മിശ്രിതം ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ വെക്കണം. അപ്പോൾ പിറ്റേന്ന് നേരം വിളക്കുമ്പോഴത്തേന് അത് സെറ്റായിരിക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ഈ ആയുർവേദ മിക്സ് മാത്രം എടുത്തത്. അല്ലാതെ മുതിർന്നവർക്കായിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്തും ക്യാരറ്റ് ജ്യൂസ്, തക്കാളി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇനി നെക്സ്റ്റ് അത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് രാവിലെ നോക്കാം. കണ്ടോ, സോപ്പ് റെഡി ആയിട്ടുണ്ടേ. ഇത് നിങ്ങൾ സ്ഥിരം മുഖത്ത് നമ്മുടെ ചർമ്മത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.